നമസ്കാരം, ഞാൻ പരമേശ്വർ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ ഉത്രം മുക്കാല് അത്തം ചിത്തിരാര കന്നിക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പൊ കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ സൂര്യൻ 11-ലാണ് നിൽക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 17-ാം തീയതി വരെ സൂര്യൻ 11-ൽ നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള, അതായത് കന്നിക്കൂറുകാര് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു നല്ലൊരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുക, സ്ഥാനാന്തരപ്രാപ്തി ഉണ്ടാവുക. സ്ഥാനാന്തരപ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. ശുഭകർമ്മഫലം വന്നു ചേരുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം അനുഭവേദ്യമായിട്ട് വരിക. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും മോശം ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാറില്ല അല്ലേ. അപ്പൊ ആ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ പ്രൊമോഷൻ ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കാം 17-ാം തീയതി വരെ. 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ 12-ലേക്ക് വരുമ്പോൾ ശുഭകർമ്മ ഫലം ഇല്ലാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല ഫലം വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 12-ലേക്ക് വരുമ്പോൾ ശുഭകർമ്മ ഫലം ഇല്ലാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ 12-ലേക്ക് വരുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 17-ാം തീയതി വരെ 11-ൽ നിൽക്കുന്ന സൂര്യൻ കന്നിക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 25-ാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 9-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാലും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക, അതേപോലെ തന്നെ പലവിധ വ്യാധികളും വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവുക, ധനപരമായിട്ട് വിചാരിക്കാതെ തന്നെ ചെലവ് വന്നു ചേരുക, നമ്മൾ ആരും ആഗ്രഹിക്കുന്ന ഫലമല്ല. അപ്പൊ അതുകൊണ്ട് ഭദ്രകാളി ഭഗവതിയെ പ്രത്യേകിച്ച് മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങൾ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 25-ാം തീയതിക്ക് ശേഷം ചൊവ്വ 10-ലേക്ക് വരുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക, കർമ്മസിദ്ധി വന്നു ചേരുക. ഇപ്പൊ 10-ലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് നമ്മളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം 10-ാം ഭാവം കൊണ്ടാണ് നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ ധനം വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടാണ്. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക. ഭൂമി സംബന്ധമായിട്ട് ഏതെങ്കിലും വിധേന അരിഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുന്ന ഒരു കാലയളവിനെയാണ് 10-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 22-ാം തീയതി വരെ ബുധൻ 12-ലാണ്. അതിനുശേഷം 22-ാം തീയതിക്ക് ശേഷം ബുധൻ ജന്മത്തിലേക്കല്ല വരുന്നത്, 11-ലേക്കാണ് വരുന്നത്. 11-ലേക്ക് വരുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 22-ാം തീയതി വരെ ബുധൻ 12-ൽ നിൽക്കുന്നത് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പൊ ഈ മോശഫലത്തെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. 22-ാം തീയതിക്ക് ശേഷം 11-ലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞു. ബുധന് വക്രഗതിയാണ്, പുറകോട്ടാണ് സഞ്ചാരം. നല്ല രീതിയിൽ തന്നെ വാഗ്മാധുര്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക, സന്താന സുഖം അനുഭവത്തിയായിട്ട് വരിക. ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. നല്ല രീതിയിൽ തന്നെ വാക്സാമർഥ്യമൊക്കെ ഉണ്ടല്ലോ 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട്. അപ്പൊ 22-ാം തീയതിക്ക് ശേഷം ബുധൻ 11-ലേക്ക് വരുന്നത് കന്നിക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ വ്യാഴം നിൽക്കുന്നതും വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെ വീണ്ടും സൂചിപ്പിക്കുന്നു. നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുക, ഭാര്യ ഭർത്തൃസുഖം അനുഭവിക്കുക, കർമ്മസിദ്ധി വന്നു ചേരുക, നിപുണത വന്നു ചേരുക,
സന്താന ഗുണം വന്നു ചേരുക, സന്താന ലാഭം ഉണ്ടാവുക, സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കാനിട വരിക. അപ്പൊ കന്നിക്കൂറുകാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു വർഷ കാലയളവിൽ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണല്ലോ വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പൊ സ്വന്തമായിട്ട് ഭവനം ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വന്തമായിട്ട് ഭവനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. 22-ാം തീയതി വരെ ശുക്രൻ 12-ലാണ്, അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനധാന്യ സമൃദ്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ജന്മത്തിലേക്ക് വരുമ്പോൾ ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുക. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരാഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ 25-ാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ആരെങ്കിലും ഒരാളും കൂടി പ്രത്യേകിച്ച് ശ്രമിക്കുക. നല്ല ഫലം വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെയാണ് പറയുന്നത് കന്നിക്കൂറുകാർക്ക്. അതുപോലെ തന്നെ 6-ലാണ് ശനി നിൽക്കുന്നത്. 6-ൽ ശനി നിൽക്കുന്നതും ശനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥ, രോഗശാന്തി വന്നു ചേരുക. അപ്പൊ കന്നിക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിച്ചത്, അല്ലെ? അപ്പൊ ഈ നല്ല ഫലങ്ങളല്ല ഒരു പരിധിവരെ നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിവുള്ള അടുത്തുള്ള ഒരു ജ്യോത്സ്യനെ കണ്ട് എന്താണ് ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ വേണ്ടിയിട്ടല്ല ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ചന്ദ്രാൽ പറയുന്ന ഫലങ്ങൾ നമുക്ക് അനുഭവേദ്യമായിട്ട് വന്നില്ലെങ്കിൽ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും ഏതെങ്കിലും വിധേന നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാമജപാദികളും ഈശ്വര സേവയും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ തുടരുക കന്നിക്കൂറുകാർ. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.